മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാതെ ആർക്കാണ് വിജയിക്കാൻ കഴിയുക? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്, അള്ളാഹുവിനെ നമുക്ക് പഠിപ്പിച്ചു തന്നത്, അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കി തന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങളോടുള്ള ഇഷ്ടവും ഹബീബായ തങ്ങളോടുള്ള അനുധാവനവുമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ നെടുന്തൂൺ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന പാതയിലൂടെ, അവിടുത്തെ സഞ്ചാര വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ മാത്രമേ അള്ളാഹുവിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമല്ലാതെ ഈ ലോകത്തു നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങൾ ഏതുമില്ല. നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ മുഴുവനും രക്ഷപ്പെട്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്കും അവിടുത്തോടുള്ള മഹബ്ബത്തും സ്നേഹവും കൊണ്ടാണ്. ഓരോരുത്തരും വ്യത്യസ്ത രീതികളിലാണ് അവരുടെ സ്നേഹപ്രകടനങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നത് വ്യത്യസ്ത രൂപത്തിലാണ്. തൻ്റെ സമ്പത്ത് മുഴുവനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി കൊടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്കിൻ്റെ പേരിൽ നമുക്കും നമ്മളെക്കൊണ്ട് കഴിയുന്ന സൽക്കർമ്മങ്ങൾ, ദാനധർമ്മങ്ങളൊക്കെ നമുക്കും ചെയ്യാൻ കഴിയും. എത്ര ചെറുതാണെങ്കിലും നമ്മളുടെ ആത്മാർത്ഥതയ്ക്കനുസരിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പരിഗണിക്കും. ഒരാളെയും അവിടുന്ന് മടക്കി അയക്കുന്ന സ്വഭാവമേ ഇല്ല. മഹാനായ ഷാഹു വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, എൻ്റെ പിതാമഹനായ അല്ലാമ ഷാഹ് അബ്ദുറഹീം റളിയല്ലാഹു അൻഹു ഒരിക്കൽ എന്നോട് പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധം കാരണത്താൽ എല്ലാ വർഷവും ഞാൻ ഭക്ഷണമുണ്ടാക്കി ജനങ്ങൾക്ക് നൽകാറുണ്ടായിരുന്നു. എല്ലാ വർഷവും ഭക്ഷണങ്ങളുണ്ടാക്കി ആ നാട്ടിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന പതിവ് എൻ്റെ പിതാമഹനായ അല്ലാമ ഷാഹ് അബ്ദുറഹീം റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. പക്ഷേ ഒരു വർഷം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ തൻ്റെ കയ്യിൽ പൈസയും സമ്പത്തും ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ എൻ്റെ അടുക്കലുണ്ടായിരുന്നത് ഒരു അല്പം കടല മാത്രമായിരുന്നു. ആ വർഷം മറ്റൊന്നും ഞാൻ ചിന്തിച്ചില്ല, കടല പുറത്ത് ജനങ്ങൾക്ക് വിതരണം ചെയ്തു. എങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഒന്നും കൊടുക്കാതിരിക്കുന്നത്? അടങ്ങാത്ത സ്നേഹം കാരണം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കടല പുറത്ത് ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് വിതരണം ചെയ്തു. മഹാനവറുകൾ പറയുന്നത് കാണാം, ആ രാത്രിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടു. ഞാൻ വിതരണം ചെയ്ത കടല അവിടുത്തെ മുന്നിലുണ്ടായിരുന്നു. തെളിമയുള്ള ഷറഫാക്കപ്പെട്ട പൂമുഖത്തോടെ, പുഞ്ചിരിക്കുന്ന വദനത്തോടെ, നല്ല സന്തോഷവാനായാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടത്. സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, നാം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര ഗൗരവത്തോടെയാണ് ഏത് നന്മ ചെയ്തവരെയും പരിഗണിക്കുന്നത്. എത്ര ചെറുതാണെങ്കിലും അതിനെയെല്ലാം ചേർത്തു നിർത്തുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശാലമായ ആ ലോകത്തെക്കുറിച്ച് നാം ഒന്ന് പഠിച്ചു നോക്കൂ. മറ്റുള്ളവർക്ക് നൽകാൻ നാം ഏറെ സമ്പാദിക്കേണ്ടതുണ്ട് എന്ന് നാം ചിന്തിച്ചിരിക്കുന്നതിന് പകരം നമ്മുടെ കയ്യിൽ എത്ര ചെറുതാണ് ഉള്ളതെങ്കിലും അതിൽ നിന്ന് അല്പം പാവപ്പെട്ടവർക്ക് നൽകി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തോഷങ്ങളിൽ പങ്കുചേർന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ കൈവിടിയില്ലല്ലോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ അള്ളാഹു വർദ്ധിപ്പിച്ച് നൽകട്ടെ. ആ മഹബ്ബത്തിലായി ജീവിച്ച് ആ മഹബ്ബത്തിലായി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ.